പിന്നെ വലിയ കേമായി പോയി. അയ്യോ, കാശ് ചോദിക്കുമ്പോ അങ്ങ് എണ്ണി തരണല്ലേ, അങ്ങോട്ട് കേറ്റില്ല പോലും. നിങ്ങളൊന്ന് കേൾക്കണം, നമ്മൾ ആണുങ്ങളില്ലെങ്കിൽ ഈ റൂമിന്റെ വല്ല ആവശ്യമുണ്ടോ അവിടെ? ഒരു കാര്യമില്ല, കാശ് കേൾക്കുമ്പോ ചുള എന്നെ കൊടുക്കുമ്പോഴേ കൊടുക്കണ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് സിനിമയിൽ വരെ പ്രസവം കാണിച്ചു, പിന്നെ എന്നെ കാണിച്ചു തന്നെ കുഴപ്പം. ഇത് എന്റെ ഭാര്യയല്ലേ? ഓഹോ, ഇവിടെ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലൊന്ന് സംസാരിക്കാനായിട്ട്. എന്റെ പെണ്ണുപിള്ള മാത്രമേ ഉള്ളൂ, അവളായിട്ട് കാണിക്കൂല. വർത്താനം പറയാൻ ആരുമില്ല, വെറുതെ ഇരുന്നോണ്ട് ഇവിടെ ബോറടിച്ച മനുഷ്യൻ. ചേട്ടാ, ഇനി മോർച്ചറി വല്ലതാണ് ചേട്ടാ? ഓ, എന്താണ് ഇതിന്റെ പ്രേതോ? എന്താ കാര്യം? എന്താ ചേട്ടാ, അത് പിന്നെ എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കണ്ട ഇവിടെ. അതെന്റെ കുഴപ്പമാണോ? അതെന്റെ കുഴപ്പമാണ്. എന്നാലും ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ബോറടിയാണ്. വർത്താനമൊന്നും പറയാൻ ആരുമില്ല, ടെൻഷനും ഉണ്ട്. അപ്പം ഞാനൊരു ചുമ്മാ നമ്മളെ വർത്താനം പറഞ്ഞിരിക്കാൻ രസമാണല്ലോ. ഈ നമ്മുടെ കോഴിക്കോട് നടന്ന മറ്റേ ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്നാ അഭിപ്രായം? എൻ്റെ പൊന്നു സുഹൃത്തെ, 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഒന്ന് ഉറങ്ങിക്കൊണ്ട പ്ലീസ്, ശല്യപ്പെടുത്തരുത്, ഒന്ന് സ്വസ്ഥത തരണം പ്ലീസ്. അല്ല, അങ്ങനെ പറയാം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. നമ്മുടെ ഈ റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടിയായിരുന്നു, അറിയായിരുന്നോ? എങ്ങനെ? റബ്ബർ ഷീറ്റിനൊക്കെ അന്യായ വിലയായിരുന്നു. ഈ വില കുറഞ്ഞ റബ്ബർ ഷീറ്റ് കിട്ടുമോ? ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷെ വീട്ടിൽ പോയി എടുക്കണം. എന്തിനായിരുന്നു? അത് ഒരെണ്ണം എടുത്ത് ചുരുട്ടിക്കുട്ടി നിന്റെ അണ്ണാക്കി വെക്കണം. മനുഷ്യന് സുഖമായിട്ടായിരുന്നു ഉറങ്ങണം. എത്ര നേരമെന്ന് പറഞ്ഞ് സഹിക്കുന്ന അല്ലേ? ഇന്ന് ഉറങ്ങാന്ന് വെച്ച് കിടന്ന ഉറക്കത്തുമില്ല, പിശാചും ഉറങ്ങും. അപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കലാണ് നടക്കുള്ളൂ. ആകെ ഒരു ഭ്രാന്തം കിടപ്പുണ്ട്, അതുകൊണ്ട് സംസാരിച്ചപ്പോൾ അവന് വെയിറ്റ്. അതെ, ടി വി ഉണ്ടായിരുന്നു ഇവിടെ, എന്നാ ടി വി വെച്ച് കാണാം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 5 മുടിപ്പിൻ വളവുകൾ വീതി കൂട്ടി വികസിപ്പിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ഇതിനായി വനഭൂമി വിട്ടു നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. പുള്ളി തുടങ്ങി. ഞാൻ പോണ്ടേ? ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. സമ്മതിക്കൂല. നല്ല അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ കുഴപ്പം? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. പിന്നെ ഈ നഗരത്തിന് എന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? എന്താണ് നിനക്ക്? എന്താ ഇരിക്കുന്നോ? നിനക്ക് ഉരുൾപൊട്ടൽ വന്നപ്പോ നിനക്ക് 3 ദിവസത്തെ ഉറക്കക്ഷീണം, കണ്ണ് തുറക്കാനുള്ള അതിന്റെ. ഇപ്പൊ ബുൾസൈ പോലെയാണോ നിന്റെ കണ്ണ് പുറത്തേക്ക് കയറി വന്നത്? ഇപ്പൊ നിനക്ക് ഷീറ്റ് വേണം, എന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റണം. എന്താ നിനക്ക് അടിച്ചതിന് ഷേപ്പിയാൻ പറ്റി? അന്ന് പാവപ്പെട്ടൊരു പെണ്ണ് തുണിയിലാണ്ട് വന്നപ്പോ അപ്പൊ തന്നെ അവൻ കയറി വന്നേക്കണം കാണാനായിട്ട്. ഞാൻ ഇവിടെ ഉറങ്ങിയാണോ? ഉറങ്ങി എന്നെ കിടത്തി ഉറക്കാഞ്ഞിട്ട് നീ കൂടുതൽ സംസാരിക്കണ്ട. ഇതൊരു പ്രസവ വാർഡാണ്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ മേളം വെച്ചാൽ അകത്ത് പെണ്ണുങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോടെ പ്രസവിക്കും? ഇതെന്താ ചന്തയോ? ഇത്രയും നേരം ഇത് തന്നെയാണെന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങളിത് വന്നപ്പോ ചന്തയായിട്ടേ തോന്നണത്. നിങ്ങളുടെ അണ്ണാക്കിന് വല്ല സൈലൻസറും കുത്തിക്കയറ്റാവോ? സൗമ്യയുടെ ഭർത്താവല്ലേ? ആണെങ്കിൽ ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഓ പോസിറ്റീവ്. എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങ് ലോകമുള്ള പുള്ളിക്കാരൻ കൊണ്ട് തന്നായിരുന്നല്ലോ. അത് ഓ നെഗറ്റീവ് ആണോ? അത് പറ്റത്തില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ, ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി. എങ്ങനെ? അതായത് നമ്മുടെ കയ്യിൽ ഓ നെഗറ്റീവ് ഉണ്ടല്ലോ, നടുക്കേക്കിട്ട് ഒരു വരയിട്ട ഓ പോസിറ്റീവ് ആയില്ലേ? അത് ചേരില്ലേ? ഇല്ല, ചേരില്ല. എന്റെ രക്തം കൊടുത്തോ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് വേറെ വേറെ അല്ലേ? അല്ല, ഒന്നാണ്. അതെങ്ങനെ? 10 വർഷമായിട്ട് എന്റെ ചോര കുറിച്ച് ജീവിക്കണ ആള്, മനസ്സിലായോ? അപ്പൊ എന്റെ രക്തമായിരിക്കും. താൻ ബ്ലഡ് ബാങ്കിൽ പോയി വേഗം ഓ പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ നോക്ക്. അതെ, ഡോക്ടർ വരുമോ? വരുമ്പോ പറയാം. മാറ്.
അയ്യോ 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 എന്ത് പറ്റുന്ന എന്തിനാ എന്നെ ഇടിക്കുന്നേ? കൊച്ചു വയറ്റിൽ കിടന്ന് 4 ചവിട്ട്. അതിന്റെ കാരണക്കാരനായ നിങ്ങൾക്ക് ഞാൻ 2 ചവിട്ടെങ്കിലും തരട്ടെ മനുഷ്യ. അയ്യോ അയ്യോ എന്ത് പറ്റുന്ന ഇതിപ്പോ? ഇത് ഗ്യാസിന്റെ ഗ്യാസിന്റെ അല്ല, ഇത് ജോസിന്റെ. ഈ ജോസിന്റെ. ഈ ജോസ് എന്ന് പറയാൻ എന്നെ കീരിക്കാരൻ ജോസാണ് ഇയാള്. കീരിക്കാടൻ ജോസ് അല്ല, ആ. വെറും ജോസാ. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ആണോ? എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് സഹിക്കാൻ ഇപ്പൊ നീ കിടന്ന കാര്യടി നീ എന്ത് കിടന്ന കാര്യം? ഇവള് മരൊക്കെ ഉണ്ടല്ലോ, ഇവള് മരൊക്കെ 3-ാം മാസം വരെ ജോലി ചെയ്യാൻ ഞാൻ പറയും. എടി എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയും. ചെയ്യില്ല. ഇവള് മരൊക്കെ തുണി നനയ്ക്കുവോ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആ. ചമ്മന്തി അരയ്ക്കുവോ? മിക്സി ഉണ്ടല്ലോ. മിക്സി ഉണ്ട്. ഉണ്ട്. മീൻ വെട്ടുവോ? നമ്മളുണ്ടല്ലോ ഭർത്താക്കന്മാര്. അങ്ങനൊക്കെ ചെയ്യണമായിരുന്നു. നിനക്ക് സുഖപ്രസവം, നിനക്ക് ഓപ്പറേഷൻ വേണം, സുഖമായിട്ട് നിനക്ക് പ്രസവിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു. ഒരു ജോലി ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വന്നേക്കുവാ. ഞാൻ അങ്ങനെ പറയാം. എന്റെ അമ്മ എന്നെ അങ്ങനെ പ്രസവിച്ചെന്നറിയാം. എങ്ങനെയായിരുന്നു? എന്റെ അമ്മ എന്നെ കിണറ്റിലാ പ്രസവിച്ചേ. അതിനെ തവളക്കുഞ്ഞായിരുന്നു ഇയാള്. അല്ലെന്ന് അമ്മയ്ക്ക് കിണർ പണിയായിരുന്നല്ലോ. ആ. അമ്മ കിണർ പണി ചെയ്ത് 9-ാം മാസം അമ്മ കിണറിന്റെ പണിക്ക് പോയി. ആ. അമ്മ കിണറിന്റെ പണിക്ക് പോയിട്ട് അമ്മ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെ അമ്മ അങ്ങോട്ട് മേളോട്ട് വിളിച്ചു പറഞ്ഞു, അടുത്ത വരാൻ പോകുന്നത് മണ്ണല്ല, ഒരു കൊട്ടയ്ക്കകത്തൊരു കുഞ്ഞാന്ന് പറഞ്ഞു. ആ, അതെടുത്ത് മാറ്റി അവിടെ വെച്ചാൽ 5 മണിയാകുമ്പോ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞു. നിസ്സാര സംഭവം. ഈ വോയിസാറാ അവര് കേൾക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവര് കൊട്ടയ്ക്കകത്തെടുത്ത് വെയിലത്ത് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറുത്തു പോയത്. അതാണ് പറ്റിപ്പോയി, ചതി. അത് അവര് ചതിച്ചതാ. ഈ പണിക്കാർ ആ സമയത്ത് ആ കൊട്ട വെയിലത്തല്ലാതെ ഒരു മരത്തിന്റെ തണലത്താണ് കൊണ്ടുവച്ചിരുന്നെങ്കിലോ ആ കൊച്ചിനെ കാക്ക തൂറി നശിപ്പിച്ചേനെ. സൈലൻസ് പ്ലീസ്. ന്യൂ അഡ്മിഷൻ ആണോ? ഓ, എന്താ പേര്? വനജ. ഡോക്ടർ എപ്പോ വരും? വരും. വാ ഇങ്ങോട്ട്. അല്ലയാ, ഞാൻ പോയിട്ട് വരാം. പുള്ളി പറഞ്ഞ കറക്റ്റാ. നിനക്ക് ഉണ്ടാകുന്ന കൊച്ചു കറുത്ത് തന്നെ ഇരിക്കുള്ളൂ. ഇവന്റെ അല്ലേ? അയ്യോ കറുത്തിരിക്കോ? പിന്നെ എന്നെയൊക്കെ നോക്കിയായിരുന്നു. അല്ല പിന്നെ എന്നാലും പിന്നെ ഷർട്ടും പൊക്കി ആ ടേബിളെ വന്ന് കിടക്കുന്നു. എടുക്കാൻ എന്താന്ന് വെച്ചാൽ എടുത്തോളാം. ഞാൻ ബ്ലഡ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതാണ് ഇങ്ങനെ കുഴപ്പം. കട്ടിൽ കണ്ട അപ്പ കയറി കിടക്കും. അനുഭവിക്കണം മൊത്തം ഞാൻ. ആദ്യത്തെ പ്രസവമാണോ? 8-ാം ക്ലാസ്സിൽ വെച്ച് തെന്നി വീണെന്ന്. എന്താ അറിയോ, ഈ സ്കൂളിലെ കാലാവസ്ഥയൊക്കെ അങ്ങനെയാ. ചുമയാടവൻ ഭയങ്കര ചുമയാണല്ലോ. അത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ സിറപ്പ് മേടിച്ചു കൊടുത്താൽ മതി. ചെറുപ്പം മേടിച്ചാലും ചാവൂല അവൻ. പിന്നെ ഞാൻ അകത്ത് കയറിയപ്പോഴേ ഒരു കിടുക്കാച്ചി, ഒരു സുന്ദരി പെണ്ണ്, അത് മൂക്കിനൊക്കെ ഭയങ്കര നീളം, മുടിയൊക്കെ ഇത്രയുണ്ട്. വെളുത്തിട്ടാണോ? വെളുത്തിട്ട് ഒരു നീല നൈറ്റി, പുള്ളിയൊക്കെ. അതെന്റെ ഭാര്യ. എന്നോട് പറഞ്ഞു കുഴപ്പമില്ലല്ല. ഞാൻ കണ്ടിട്ടില്ല. അവനിപ്പോ ഉറക്കമല്ല, ഒന്നുമില്ല അവന്. ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടില്ലല്ലോ. ഞാൻ മായിച്ചു കളഞ്ഞു. ഒന്നുമില്ല. ഇവന് വല്ല സിറപ്പ് വല്ലതും മേടിച്ചു കൊടുക്കും. ഇത് നിങ്ങളുടെ എങ്ങനെയത്? ഇത് നിങ്ങൾ വേറെ കേസുണ്ട്. നിങ്ങൾ ആദ്യത്തെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ടെൻഷൻ. അതായിരിക്കും ടെൻഷൻ. നിങ്ങളുടെ എത്രാമത്തെ? എന്റെ മൂന്നാമത്തെ. മൂന്നാമത്തെ കുട്ടിയാണോ? കുട്ടിയല്ലേ, പെണ്ണുമ്പിള്ള. മൂന്നാമത്തെ ഭാര്യയാണോ? അതെന്നെ 3 കല്യാണം കഴിച്ചോ? 3 2 ഇട്ടിട്ട് പോയി. അത് ചിലർ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ ആളിനെ അറിയത്തുള്ളൂ. ഇത് ലക്ക്. രണ്ടസ്ഥി പൊട്ടിയിട്ടുണ്ട്. 6 എന്റെ നിനക്ക് ഈ വഴിയുടെ അടുത്താണ് കയറി കിടക്കാൻ കണ്ടത്. അല്ല എന്റെ കാര്യം എന്തായെന്ന് അറിയാം. എന്റെ കാര്യം ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലോ. അതെ, ഞാൻ അവിടെ ഇരുന്ന് മാറിയിരുന്നോട്ടെ. മാറിയിരിക്കേ. അയ്യോ, ബാക്കിയുള്ളവരെ വീഴിക്കാറുണ്ട്. എന്റെ 2 അസ്ഥി ഒടിഞ്ഞു. അയ്യോ, വനജയല്ലേ? വനജയല്ലേ? അത് വനജയുടെ ഭർത്താവാ. വനജയുടെ ഭർത്താവ് എന്താണ് 2 എക്സ്റേ ആയിട്ട് വന്നത്? ഞാനും വനജ കൂടാണ് എക്സ്റേ എടുക്കാൻ പോയത്. ഞാൻ കൂടെ പോയതല്ലേ, അപ്പൊ എന്റെ കൂടെ എടുത്ത്. അതെന്തിനാ? അല്ല, അവിടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. എന്തിന്? അവള് പറയുന്ന നട്ടലില്ല. അപ്പൊ അവിടെ മുന്നിൽ എനിക്ക് നട്ടലിട്ടെന്ന് കാണിക്കാൻ. നട്ടലുണ്ടോ? അതിന്റെ ഇടയ്ക്ക് 2-3 അസ്ഥികളില്ലല്ലോ. അതെന്താണെന്നറിയാമോ? പുരുഷന്റെ വാരിയിൽ എടുത്തിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊന്നും ഒരു അസ്ഥി പോയതായിരിക്കും. അതല്ല, നിന്റെ പെണ്ണുമ്പിള്ള വാരിക്കരി ഉണ്ടാക്കാനായിട്ട് വാരി വലിച്ചൂരി എടുത്തതായിരിക്കും. ഇതെന്നാ പരിപാടി? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞേ 3-ാം മാസം മുതൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്.
അന്ന് മുതൽ തുടങ്ങിയതാ, എന്നാ നിർത്തണ്ടേ? അതെ സാർ, 3-ാം മാസം മുതൽ തുടങ്ങി. പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഞാൻ. ആരാ, ഭാര്യയാണോ? ആരും അകത്ത് കിടക്കണു. താനാ കഴിക്കണത്? ഡോക്ടർ പറഞ്ഞല്ലോ ഗർഭിണി ആയതിനു ശേഷം 3-ാം മാസം മുതൽ ഫ്രൂട്ട്സ് കുത്തി കയറ്റണം. അതാ പെണ്ണുമ്പോഴാണ് പറഞ്ഞത്, അല്ല നിന്നോട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അവളോടാണ് പറഞ്ഞത്. ഒരു പഴം ചോദിച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തില്ല, പോടിയെന്ന് പറഞ്ഞു ഓടിച്ചത് അവളെ. നിങ്ങൾ പറയുമ്പോ മര്യാദയ്ക്ക് പറയണ്ടേ? പറയണ്ടെന്ന്. ഈ ഒരു കാര്യം ചെയ്യണമെന്നാ, അകത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോ അവള് കരയാതെ നോക്കണം കേട്ടോ. ഞാൻ മയക്കേ ചെയ്യുള്ളൂ. എന്നു മയക്കിയേ ചെയ്യത്തുള്ളൂ. മയക്കരുത്. അതിനാ ഞാൻ മയക്കിപ്പോ എന്റെ ഒപ്പം വന്നതാ. ആണോ? മയക്കത്തില്ല. ഷോ Doctor, report. വാട്ട് ഇസ് ദിസ്? This is lab report. This some mistake with all other sums of sleep flow cement and amplify. Of course. Eh? Oh. This is operation the full day it. But sister. ഒരു അതെ, നാളെ ഡേ ആണോ നൈറ്റ് ആണോ? Night duty. പൊളിക്കും ഞാൻ. പഴത്തിന്റെ പഴത്തിൻ്റെ ശരിയാക്കി തരാം. വേറൊന്നുമല്ല, 5 മാസമായുള്ളൂ എന്റെ കല്യാണം കഴിച്ചിട്ട്. 5 മാസോ? 5 മാസമായുള്ളത്. അപ്പൊ പൂർണ്ണ ഗർഭിണിയായിട്ടല്ലേ കൊണ്ടുവന്നേക്കണേ? ഞാനിത് ചോദിച്ചു അവളോട്. ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമല്ലേ ആയുള്ളൂ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു കുഴപ്പമില്ല, ദൈവം തന്നല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. ആണോ? ആ, ഞാനും ഈ ദൈവത്തിന്റെ പേര് വല്ലതും പറഞ്ഞായിരുന്നോ? ബിജുന്നോ മറ്റോ പറഞ്ഞു. ബിജു? ആ, ബിജു. നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇയാളെ? അവള് കണ്ടിട്ടുണ്ട് ദൈവത്തിനെ. ഞാൻ പിന്നെ ദൈവത്തെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും കണ്ടുമുട്ടുന്നു? എന്തെങ്കിലും കണ്ടുമുട്ടും. മുട്ടാതിരിക്കാൻ ഇല്ലല്ലോ. ഇല്ല. അത് തന്നെ. ടീന, Yes, doctor. ഇവിടെ വരൂ. എന്താ ഡോക്ടർ? ബ്ലൗസ് ഊരിയിട്ട് വരൂ. Yes, doctor. ബ്ലൗസ് എന്നല്ല പറഞ്ഞേ, ഗ്ലൗസ് എന്നാ പറഞ്ഞേ. എനിക്ക് തെറ്റിപ്പോയതാ. ഓടി വന്നേക്കോ എന്നാലും കാണാനായിട്ട്. ഓരോരുത്തരും ഓരോ യാതൊരു ബോധമില്ലാതെ. നമ്മുടെ കാര്യം എന്തായി? നമ്മുടെ കാര്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലോ. അതെ ഡോക്ടറെ, കുറെ നേരം അയാൾ വന്നപ്പോ തൊട്ട് എന്റെ കാര്യം എന്താ ഇത് ആരാ ഇത്? ആരാന്നോ? എഴുന്നേറ്റ് വാ, പറയാം. ഇതേ അങ്ങോട്ട് തിരികെ ചെങ്കണ്ണുമായിട്ട് വന്നതാ. ആരാണ്ട് പറഞ്ഞു മുലപ്പാൽ ഒഴിച്ചാൽ ചെങ്കണ്ണ് മാറുന്നു. അപ്പൊ അതിനു വേണ്ടി വന്ന കണക്ക് ഒരു പെണ്ണുങ്ങൾ പോലും പ്രസവിച്ചിട്ടില്ല. ഇതെന്നാ? ഒരു പാത്രം പാല് തന്നെ. ഇത് സൊസൈറ്റി അല്ല പാല് മേടിച്ചോണ്ട് പോകാൻ. അതല്ല, വീട്ടിലെല്ലാവർക്കും ഇത് പകരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ എന്ന് കരുതി. ഇറങ്ങും. മറ്റേ അടിച്ചു പൊട്ടിക്കാൻ പോ. എന്തായാലും നടക്കും. ഇവിടെ കിടക്ക്. ഇതിനകത്ത് ജേഴ്സി പശു അല്ല പ്രസവിച്ച് കിടക്കണത്. ഡോക്ടർ, സിസ്റ്റർ വിളിക്കുന്നു. സിസ്റ്റർ, ഡോക്ടർ, എന്താണ് ഇത് കണ്ടോ? ഇതെന്ത് പറ്റിയെന്ന് പറ. എനിക്കറിയില്ല ഡോക്ടർ. എടുക്കത് എവിടെയത്? ചെയ്യാം. എന്ത് പേടിക്കണ്ടെന്ന് ഞാൻ ഒരു കൂടം കിട്ടും. കൂടം മീൻ മേടിക്കാനാണോ? കൂടല്ലെന്ന് കൂടം കിട്ടില്ല. എന്തിനാടാ പേടിക്കണ്ട? ഒരു മൂർച്ചയുള്ള കത്തി വരും. ഞാൻ തരാം. ഇവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ കൊണ്ടുപോകണോ? ഇതൊക്കെ ഇവിടെ ആവശ്യമാണെന്ന് എനിക്കറിയാലോ. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും പറഞ്ഞതല്ലേ. കോടാലി എന്തെങ്കിലും ഇതുകൊണ്ടെങ്കിലും കറക്റ്റ് ചെയ്യണം. ആയുധമില്ല. ഞങ്ങൾ കൊണ്ടുപോകോളാം, തിരിച്ചു കൊണ്ടുപോകോളാം. നിങ്ങൾ ശാന്തരായിട്ടിരിക്കാൻ എന്താ സംഭവിച്ചെന്നറിയില്ല. എന്തിനൊന്നും ആവശ്യമില്ലായിരുന്നു. പേടിക്കണ്ടെന്നേ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ മിക്ക ദിവസങ്ങൾ വന്ന കണ്ണുനീനായിട്ടേ, എനിക്കറിയാം. അയ്യോ, എന്തായി ഡോക്ടർ? എന്താ സാർ? മുടത്തു പോയി.
പ്രസവിച്ചോ കുഞ്ഞെന്നാ? സക്സസ് ആയി. എന്റെ ഭാര്യ പ്രസവിച്ചോ? എന്റെ ഭാര്യ പ്രസവിച്ചോ? ഭാര്യ പ്രസവിച്ചില്ല. പിന്നെ സക്സസ് എന്ന് പറഞ്ഞു. എടാ ഞാൻ വെച്ചിരുന്ന മരുന്നെല്ലാം കൂടെ അലമാരിക്കകത്ത് പൂട്ടി വെച്ചു. അതിന്റെ താക്കോലുണ്ടാവും പോയി. അത് തല്ലി പൊളിച്ചിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതെല്ലാം തല്ലി പൊളിച്ചിട്ടേക്കോ. താക്കോല് തല്ലിപ്പൊളിക്കാനാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. പിന്നെ അല്ലാതെ ഓരോ ഡേറ്റ് ഓരോ മാസം പറയാ. ഇപ്പൊ നടക്കും പിന്നെ നടക്കുന്നത് എങ്ങനെയാന്ന് ഉറപ്പിച്ച് പറയാം. ഇപ്പൊ നടക്കും പിന്നെ നടക്കുമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഇതൊന്നും വേദന ഇല്ലെന്നോ? പേരില്ലേ? പേനില്ലെന്നോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കൊടുത്തത് എങ്ങനെ ശരിയാക്ക്. എടാ പിള്ളേരെ കാലയിരുത്തി അപ്പീഡിപ്പിക്കണ പെണ്ണുങ്ങളെ എന്നെ കാലയിരുത്തി പ്രസവിപ്പിക്കാൻ പറ്റുമോ? അതില്ല. പറ്റുമോ? അതില്ല. ഇന്ന് ഉണ്ടാവോ? ഇന്നുണ്ടാവോ? ഇന്ന് ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ നാളെ ഉണ്ടാവും, ചിലപ്പോ മറ്റന്നാൾ ഉണ്ടാവും. ഇതെന്താ ഇത് കാലാവസ്ഥ നിരീക്ഷണത്തിലാണോ ലേബർ റൂമാണോ? എനിക്ക് അറിയാൻ പറ്റി ചോദിക്കുക. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ അവർ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത പറയുന്നതിലോട്ടാണ്. ഈ മഴയൊക്കെ പെയ്തതിന് പേരിൽ ഇവിടെ വന്ന് കിടക്കണത്. അത് മനസ്സിലാക്കണം. അതല്ല ഡോക്ടർ, സംഭവം ഇന്ന് ഉണ്ടാവൂലല്ലോ. എന്തായാലും ഇന്നുണ്ടാകാൻ വഴിയില്ല. സംഭവം എന്നാണെന്നറിയോ? ഇന്ന് ബ്രസീലിന്റെയും അർജന്റീനയുടെയും ഫൈനൽ നടക്കുന്ന ദിവസമല്ലേ ലോകകപ്പ്? ഇപ്പൊ തന്നെ കളി തുടങ്ങും. ടി വി കളിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് കളി കാണാലോ. അതിനാ ചോദിച്ചത്. ഇവിടെ ഇന്നും ഉണ്ടായില്ല, ഞാൻ പോവാ. ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ കളിയപ്പോ കാണാം. കളി കാണാം. ഏത് ടീമിന്റെ ഫാനാണ്? ബ്രസീൽ. 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 അർജന്റീന. അർജന്റീന. ഞാൻ ബ്രസീൽ. മെസ്സിമോനോ? ഓക്കെ. ഞാൻ നെയ്മർ. നീ നെയ്മീനായോ? നെയ്മറല്ല നെയ്മർ. നീ കളി വെച്ചേ. കളി അങ്ങോട്ട് പോയി. കളി ഉറങ്ങാനായില്ലോ. ആഹാ 307 പ്രസവം അവിടെ കിടക്കും. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. നിങ്ങളിത് കാണുക. എന്തുകൊണ്ടാണ് ഞാൻ ശിക്ഷിച്ചോണ്ടിരിക്കുക മറന്നുപോയി. പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിമറിയിട്ടിരിക്കുന്ന കേബിള് പോയി. നീ എന്റെ ടീം ഇത്ര ഫൗള് കാണിച്ചപ്പോഴേ എനിക്കറിയാം. നമ്മുടെ ടീമല്ലേ ഈ കേരളത്തിൽ മൊത്തം അത് അത്യാവശ്യം എന്തിനും കാണുമ്പോ ഈ കേബിൾ പണിക്കാരെ മുഴുവൻ പണിയാണ്. കേബിൾ കട്ടാവും. മൂത്ത് വരുമായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ അർജന്റീന ഞങ്ങൾ ഗോൾ ചെയ്യുന്നപ്പോ അർജന്റീന കോപ്പടിക്കും. ഗോള് അർജന്റീന ഗോൾ അടിക്കില്ലോ. അർജന്റീന ഗോൾ. നിങ്ങൾ ഫൗള് കാണിച്ചോണ്ട് മാത്രമാണ്. അങ്ങനെയാണ് ഞാനും. അടിക്കോ അടിച്ചോ പിടിക്കാം. എന്താ പണിയെ കാണിച്ചത്? അയാൾക്ക് ഒന്നാമത് ഫുട്ബോൾ ഇഷ്ടമല്ല, ഒന്നും നമ്മുടെ പെണ്ണ് ഈ ഡോക്ടർ ഈ പിണങ്ങി ഇറങ്ങിപ്പോയി. ഇയാള് വലിയ പുള്ളിയാണല്ലോ ഈ ഡോക്ടർ. അത് പുള്ളി അറിഞ്ഞോണ്ട് എക്സസൈസ് ചെയ്യിപ്പി അങ്ങനെ ഇറക്കിയതാ അല്ലേ? നെയ്യ് ഉണ്ടായല്ലോ അതല്ലേ. എന്താണെങ്കിലും നീ കളി വെച്ചേ വന്നു. കേബിൾ വന്നു. സമ്മതില്ല. അയ്യോ 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 ബ്രസീലിൽ സമനില. ട്രോഫി അവർക്ക് ട്രോഫി കിട്ടി. എന്നാ നിനക്ക് ഞാനൊരു ട്രോഫി അങ്ങ് തരും. എനിക്ക് ട്രോഫി നിന്റെ പെണ്ണുമ്പളെ പ്രസവിച്ചാവേ. ആണല്ലേ പെണ്ണ്?
ആണോന്നാ ചോദിച്ചത്? അത് പ്രസവിച്ചു. കൊച്ചു. അടിപൊളി. അടിപൊളി. സന്തോഷമായി, സന്തോഷമായി, സന്തോഷമായി. Thank you. ഡോക്ടർ, ഇനി എനിക്ക് കുട്ടികൾ വേണം ഡോക്ടർ. ഇനി ഇനി എനിക്ക് കുട്ടികൾ വേണം. ഇനി നിനക്ക് കുട്ടികളുണ്ടാവില്ല. നിന്റെ പെണ്ണുമ്പിള്ള എനിക്കൊരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. അത് ഒരു ചുവപ്പ് കാർഡ്. അതിന് ഏ അതിനാ നിന്റെ പെണ്ണുമ്പിള്ള പ്രസവം നിർത്തി.